1.5 വർഷമായി മണിപ്പൂരിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്നു. തോക്കും ബോംബുകളുമെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെ ഓർമ്മിപ്പിക്കും വിധം ഡ്രോണുകൾക്കും റോക്കറ്റുകൾക്കും വഴിമാറി. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം സർക്കാരിനെയും സുരക്ഷാ സേനയും എല്ലാം ഒരുപോലെ കുഴയ്ക്കുകയാണ്. നിരായുധരായ ഗ്രാമീണർക്കും സുരക്ഷാ സേനയ്ക്കും നേരെയാണ് ആക്രമണങ്ങൾ. ഇത് ജനങ്ങളിൽ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കൗത്രകിൽ ആദ്യമായി ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. തുടർ ദിവസങ്ങളിലും വിവിധ മേഖലകളിൽ റോക്കറ്റ് ആക്രമണങ്ങളും ഡ്രോൺ ഉപയോഗിച്ചുള്ള ബോംബാക്രമണങ്ങളും നിരവധി പേരുടെ ജീവനെടുത്തു. വെള്ളിയാഴ്ച മണിപ്പൂരിൻ്റെ ആദ്യ മുഖ്യമന്ത്രി മെയംബ്രം കൊയ്രങ്ങിൻ്റെ വീട്ടിലേക്ക് സായുധ വിഭാഗം റോക്കറ്റ് ആക്രമണം നടത്തി. സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സാധാരണ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ത്യക്ക് അത്ര പരിചിതമല്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിലും ഡ്രോണുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. മണിപ്പൂരിനോട് അതിർത്തി പങ്കിടുന്ന മ്യാൻമറിൽ സായുധ സേനകൾ സൈന്യത്തെ നേരിടാൻ ഡ്രോൺ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ഇപ്പോൾ അതിർത്തി കടന്ന് മണിപ്പൂരിലും എത്തിയിരിക്കുന്നത്. ഈ ഡ്രോണുകൾ വലിയ ഭീതിയാണ് സംസ്ഥാനത്ത് ഉയർത്തുന്നത്. ജനം ആശങ്കയിലൂടെയാണ് കടന്നുപോകുന്നത്. ഡ്രോണുകളെ പേടിച്ച് വീട്ടുകാർ രാത്രി ലൈറ്റുകൾ ഓഫാക്കുകയാണ്. പല സംഘടനകളും സംസ്ഥാനത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കൂടാതെ ഡ്രോൺ ആക്രമണം ഭയന്ന് പോലീസ് സ്റ്റേഷനുകളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മ്യാൻമറിലെ ചിൻ വിമതർ വാണിജ്യ കൃഷി ആവശ്യത്തിനായുള്ള ഡ്രോണുകളെ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് സുരക്ഷാ വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ചൈനീസ് നിർമ്മിത ഡ്രോണുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അതിർത്തി പ്രദേശങ്ങളിൽ ബോംബിടാനും സൈന്യത്തെ തുരത്താനുമാണ് ഇവർ ഉപയോഗിക്കുന്നത്. മ്യാൻമറിനുള്ളിൽ ശിഥിലമായ സ്വയംഭരണ പ്രദേശങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഡ്രോൺ ആക്രമണങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മ്യാൻമറിലെ വിമത സായുധ വിഭാഗങ്ങൾക്കൊപ്പം ഇന്ത്യൻ സംഘങ്ങളും പോരാടുന്നതായി ഇന്റലിജൻസ് ഏജൻസികൾക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സംഘങ്ങൾക്ക് ഡ്രോൺ ഉപയോഗം സംബന്ധിച്ചും പരിശീലനം ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തൽ. ഇതിനാൽ തന്നെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ അടിയന്തരമായി കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. മണിപ്പൂരിലേക്ക് നീളുന്ന അന്തർദേശീയ ഭീഷണിയുടെ ആദ്യ ലക്ഷണമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ബോംബാക്രമണം. ആയുധങ്ങളും ഡ്രോണുകളും ബോംബുകളുമെല്ലാം പ്രാദേശികമായി നിർമ്മിക്കുന്നതല്ലെന്നും മ്യാൻമർ വഴിയാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നും ഇവയെക്കുറിച്ച് പഠിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. അതിർത്തിയിൽ പലയിടത്തും സുരക്ഷാ വേലി ഇല്ലാത്തത് ആയുധങ്ങൾ കടത്താൻ സഹായകരമാവുന്നുണ്ട്. അതിർത്തി മുഴുവനായി വേലികെട്ടി സംരക്ഷിക്കൽ ഉടൻ സാധ്യമല്ല. അതിനാൽ തന്നെ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കുകയാണ് ഉടനടി ചെയ്യേണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. നിലവിൽ സുരക്ഷാ സേനകൾക്ക് ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള പഴുതടച്ച സംവിധാനമില്ല എന്നതും വെല്ലുവിളിയാകുന്നുണ്ട്. സംഘർഷം വീണ്ടും രൂക്ഷമായതിനു പിന്നാലെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ മുഖ്യമന്ത്രി ഗവർണറെ കണ്ടു. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണവും സജീവമാക്കി. ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായി IG കെ കബീബ് അറിയിച്ചു. മൊയ്റാങ്ങിൽ കുക്കി വിമതർ നടത്തിയ റോക്കറ്റ് ബോംബാക്രമണത്തിൽ മെയ്തി സമുദായത്തിൽ നിന്നുള്ള ഒരു വൃദ്ധൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. നിലവിൽ ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ മേഖലകളിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം മണിപ്പൂരിൽ തുടരുന്ന സംഘർഷവും കൊലപാതകങ്ങളും തടയാനാവാത്ത കേന്ദ്ര സേനകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP MLA തന്നെ രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര സേനകളുടെ സാന്നിധ്യത്തിലും സംസ്ഥാനത്ത് അക്രമങ്ങൾ തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചും അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടും BJP MLA രാജ്കുമാർ ഇമോസിംഗ് ആണ് രംഗത്ത് വന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ട കേന്ദ്രസേനയെ എത്രയും വേഗം പിൻവലിക്കണമെന്നും സുരക്ഷാ ചുമതല സംസ്ഥാനത്തിന് നൽകണമെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു.